ദുഃഖമാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ ആക്രമിക്കുന്ന എന്തുവാകട്ടെ, അതൊരു വിശേഷങ്ങളാവാം, മനുഷ്യരാവാം, അവരിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് കിട്ടും. പിന്നെ വസന്ത, അത് രോഗമാണ്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുറച്ചുകൂടിയാണ് ഏറ്റവും വലിയ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും എല്ലാവരിൽ നിന്നും നമ്മുടെ ഇടവാസത്തെയും നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ പ്രത്യേകിച്ച് കുടുംബങ്ങളെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിശുദ്ധ കുർബാന നമ്മുടെ സ്നേഹത്തോടെ കഴിയും. Till I feel
സ്വർഗസ്വഭാഗ്യനിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസിനെ നിങ്ങൾ അനുസ്മരിക്കുന്നു. ഈ വിശുദ്ധനെ പോലെ ജീവിതത്തിലും മണ്ഡലം കർത്താവിന് സാക്ഷ്യമേശുകൊണ്ട് അങ്ങേ ബഹുതപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഓർമ്മ ദിനത്തിൽ മിശിഹായുടെ ദിവ്യശരീരരക്തങ്ങൾ യോഗ്യതയോടുകൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെ നാഥായി നീക്കും.
ഞങ്ങളുടെ കർത്താവേ, സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ലഭിക്കുവാനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ശരീരത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെ കുടുംബമേക്ക് സ്തുതി ബഹുമാനവും ഹൃദയമാരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. അങ്ങയുടെ സ്വഭാവത്തിനും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുന്നതിനോട് കണ്ണു കാണിക്കുകയും ചെയ്യണമേ. പിതാവിനും പരിശുദ്ധാത്മാവായ സർവേശ്വരനായി നയിക്കും. വിമോചനമായ കർത്താവ് അറിയിച്ചിരുന്നു. നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിസ്ഥിതി വിശ്വസ്തമായ കർത്താവ് രാജകുമാരനെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാരുടെ മുന്നിൽ സാഷ്ടാംഗം പ്രകടിപ്പിക്കുകയും ചെയ്യും. കർത്താവ് അറിയിച്ചിരുന്നു. പ്രസാദകാലത്ത് ഞാൻ എനിക്ക് ഉത്തരം നൽകി. രക്ഷാ ദിവസങ്ങളിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാൻ ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധുക്കളോട് പുറത്തു വരാനും അന്ധകാരത്തിലായിരിക്കുന്നവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപ്പുറങ്ങളായിരിക്കും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾ അരികിലൂടെ അവരെ കൊണ്ടുപോകും. മലകളെ ഞാൻ വഴിയാക്കി മാറ്റും. രാജനീതികൾ ഉയർത്തും. അങ്ങ് ദൂരെ നിന്ന് വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിയോൻ ദേശത്തു നിന്നും അവൻ വരും. ആകാശമേ അന്ധകാരം വളർത്തുക, ഭൂമിയെ അമുത്തുവയ്ക്കുക, മലകളെ ആർത്തുപാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവരുടെ കരുണ കാണിക്കും. സഹോദരി, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും സ്ത്രീയന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, സൗൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യർക്കെതിരെ ഭീഷണിയും വധവും വിശ്വസിച്ചുകൊണ്ടിരുന്നു. അവൻ മഹാപുരോഹിതനെ സമീപിച്ച് മാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗിലേക്കുള്ള കത്തുകൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു തേജസ് അവന്റെ മേൽ പ്രകാശിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിനെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, പ്രഭു, നീ ആരാണ്? മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നോട് പറയപ്പെടും. അവളോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണാൻ ഉണ്ടാകാതെ നിന്നുപോയി. സാവൂൾ നിലത്ത് നിന്നെഴുന്നേറ്റ് കണ്ണു തുറന്നിരുന്നിട്ടും ഒന്നും കണ്ടില്ല. അവർ അവനെ കൈപിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല.
നീതിനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനെതിരുമ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയോട് കണ്ടു കാണിക്കുകയും ചെയ്യണമേ. പിതാവുന്ന പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-19-25 വാക്യങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കണം. സഹോദരരെ, ഈശോയുടെ രക്തം മൂലം വിശുദ്ധത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആത്മധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന തിരുശിലയിലൂടെ അവൻ നമുക്കായി നവജീവൻ സജീവമായ ഒരു പാത തുറന്നിരിക്കുന്നു. ദൈവാനുഗ്രഹമേൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയം വെളിപ്പാക്കുകയും ശരീരം ശുദ്ധിചേർത്താൽ കഴുകുകയും ചെയ്തുകൊണ്ട് ഉറപ്പോടെയും വിശ്വാസത്തിന്റെ സത്യകൃത്യത്തോടെയും നമുക്ക് അടുത്തു ചെല്ലാം. നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിലിൽ അചിതരമായി മുറുകെ പിടിക്കാം. സ്നേഹവും സത്പ്രവൃത്തികളും പ്രോത്സാഹിപ്പിക്കുന്നതിനെ പറ്റി നമുക്ക് പരസ്പരം ആലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യുന്നത് പോലെ നമ്മുടെ സമ്മാനങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഹല്ലേലൂയ പാടിടുമേ, ഹല്ലേലൂയ 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 പാടിടുമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുമോ, രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവായി ഞാനതൊഴുക്കിയിടട്ടെ. കീർത്തമനുഗ്രഹപൂരിത കവിത തൂരിക തോന്നായിത്തോ. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കലെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവനെ ശുദ്ധി വന്നു. യേശുവിനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപറ്റി ആരോടൊന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് അസാക്ഷരനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യും. എന്നാൽ പുറത്തേക്കുന്ന വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും പ്രസിദ്ധമാക്കാനും തുടങ്ങി. തൻപോലെ പിന്നീട് ഭരണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും വന്ന് അവന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ രംഗം നമുക്കൊന്ന് ഭാവനയെ നിങ്ങൾ കാണുക. ഈശോ ഇങ്ങനെ ആൾക്കൂട്ടത്തിന് നടുവിലൊരുങ്ങിയ ആൾക്കാരെയൊക്കെ നയിച്ചുകൊണ്ട് അന്തരീക്ഷമാക്കി നടന്നു. ഇത്രയും പേരുണ്ട്. ഉള്ളൊരു കുഷ്ഠരോഗി ഇങ്ങനെ പാത്തു പതുങ്ങി ആരും കാണാതെ ഓടി വന്ന് ഈശോയിൽ മുട്ടുകുത്തുക. ഞാൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം ലേവിയരുടെ പുസ്തകത്തിൽ നമ്മൾ കൃത്യമായി വായിക്കുന്നുണ്ട്, ഒരാൾക്ക് കുഷ്ഠം വന്നാൽ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളെ പറ്റി. അയാൾക്ക് പിന്നെ പുറമെ ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അവകാശമില്ല.
അയാളുടെ മേൽച്ചുണ്ട് ഇങ്ങനെ മാറ്റണം. അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിക്കണം. ഒരു കുഞ്ഞു മണി കൊടുത്തു കയ്യിൽ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ആ കുഷ്ഠരോഗിയുടെ അടുത്ത് വരുന്നവർ പോലും അശുദ്ധരാണ്. അപ്പം ഈ കുഷ്ഠരോഗിയുടെ ഉത്തരവാദിത്തമാണ് എല്ലായിടത്തും ആളുകളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുക. നമ്മുടെ ഈ കൊറോണ കാലത്തൊക്കെ ഈ ക്വാറന്റൈൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ കൊറോണയുടെ ക്വാറന്റൈൻ കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കുഷ്ഠരോഗിയുടെ ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നത്. ഇങ്ങനെ അല്ലാതെ അയാൾ പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെടുകയോ ഒരാളെ തൊടുകയോ ഒക്കെ ചെയ്താൽ അയാളുടെ അടുത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ മരണശിക്ഷയാണ്. കല്ലെറിഞ്ഞ് കൊല്ലണം. ദൈവത്തിന്റെ പുസ്തകം കൃത്യമായി പറയുന്നുണ്ട്, കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പൊ അതായത് ഈ മനുഷ്യൻ ശരിക്കും ഒരു റിസ്ക് എടുക്കുകയാണ്. റിസ്ക് എടുക്കുക ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ചിന്തിക്കുക, ഭാവനയിൽ കാണുക, ഈ 10 പതുങ്ങി മരങ്ങൾക്കിടയിൽ ഒളിച്ച് ആ ഒരു കുഷ്ഠരോഗി ഇങ്ങനെ ഈശോ വരുന്നത് കണ്ട് നിൽക്കുകയാണ്. ആരും അയാളെ കാണുന്നില്ല. പക്ഷെ ഈശോയെ കണ്ട ഉടനെ ഈ മനുഷ്യൻ ഓടി വന്ന് ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ്, എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. ഇത് റിസ്ക്കാണ്, ഒരു 50-50 ചാൻസ്. ഇങ്ങനെ ചിന്തിക്കുക, ഈശോ ഇങ്ങനെ വേണം പറഞ്ഞു, എനിക്ക് തൽക്കാലം എനിക്ക് മനസ്സില്ല, നിന്നെ ശുദ്ധനാക്കാൻ പറ്റത്തില്ല, ഇപ്പൊ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു വിധി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് കല്ലെറിയപ്പെടുക എന്നുള്ളത്. വേറെ ഒന്നുമില്ല. അതായത് മരണം, ഒന്നുകിൽ മരണം അല്ല രക്ഷ. ആ ഒരു അവസ്ഥ നമ്മൾ ഈ ബൈബിളിലൊക്കെ സുവിശേഷങ്ങളിലൊക്കെ ഇങ്ങനെ ഈശോ സുഖമാക്കി സൗഖ്യം കൊടുത്തുമെന്ന് പറയുമ്പോൾ അത് വളരെ എളുപ്പമുള്ളതെന്ന് ചിന്തിക്കരുത്. അത് ആ മനുഷ്യരുടെ വിശ്വാസത്തിന്റെ ആഴമാണ്. ഓരോ മനുഷ്യനും ചുമ്മാ കാണുന്നവരെ എല്ലാം സുഖമാക്കിയിട്ടൊന്നുമില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് അറിയാമല്ലോ, രക്തസാധനക്കാരി സ്ത്രീയെ ഈശോ സുഖമാക്കുന്ന സംഭവം തിക്കിത്തിരക്കുന്ന അനേകായിരം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ സൗഖ്യം കിട്ടത് ഒറ്റപ്പെടിന് മാത്രം, അവളെ മാത്രമേ ഈശോയെ തൊട്ടുള്ളൂ. അപ്പൊ അതായത് വിശ്വാസത്തിന്റെ അവളുടെ ആഴം അത്ര വലുതായിരുന്നു. പറഞ്ഞു വന്നിത്രേ ഉള്ളൂ, ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് ഉള്ള പരിപാടിയാണ്. ചുമ്മാ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ തൽക്കാലത്തേക്ക് ചുമ്മാ വള്ളി വന്നു എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി അതൊന്നുമല്ല. യഥാർത്ഥത്തിലുള്ള വിശ്വാസം അതൊന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല. 100% ആഴമേറിയ ഒരു വിശ്വാസമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള പരിശ്രമമാകണം നമ്മൾ. ഈ കുഷ്ഠരോഗി അങ്ങനെ ഈശോയോട് അത്രയും ഈശോയിലുള്ള വിശ്വാസത്തിന് തന്റെ ജീവനേക്കാളും കൂടുതൽ വില കൊടുത്തവനാണ് ഈ കുഷ്ഠരോഗി. അപ്പൊ നമ്മൾ പറയുന്നവരെ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, നമുക്കും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഒരു വില കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ വിലയുള്ളത് കിട്ടത്തുള്ളൂ. കാരണം കുഷ്ഠരോഗിയെ സംബന്ധിച്ച് ഏറ്റവും വിലയുള്ള കാര്യമാണ് അയാളുടെ സൗഖ്യം. അത് കിട്ടണമെങ്കിൽ അയാൾ അത്രമാത്രം വില കൊടുത്തു, അത്രമാത്രം പ്രാധാന്യം ഈശോയെ തൊടാൻ വേണ്ടി കാണിച്ചു, അല്ലെങ്കിൽ ഈശോയുടെ അടുത്തേക്ക് പോകാൻ കാണിച്ചു. നമ്മൾ ഈ പള്ളിയിലൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ദാഹത്തോടെ, നമുക്ക് പള്ളി വരാനൊക്കെ എളുപ്പമാണ്, പക്ഷെ വലിയ ദാഹത്തോടെ പള്ളി വരാനും ഈശോയോട് പ്രാർത്ഥിക്കാനും വ്യക്തിപരമായി പ്രാർത്ഥിക്കാനും ഒക്കെ എത്രമാത്രം നമ്മളെ മനസ്സ് കാണിക്കുന്നുണ്ടോ, എത്രമാത്രം നമുക്ക് ദാഹമുണ്ടോ. പുറമെ കാണാൻ നമ്മളെല്ലാം ഒരേപോലെ, നമ്മളിപ്പം 10-9 പേര് കാണുന്നുണ്ട്, നമ്മളെല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരിലും വ്യത്യസ്തമായ ആഴമുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസത്തിന് വ്യത്യസ്ത ആഴമുണ്ട്. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പുറമെ കാണുന്നവർക്കൊന്നും അത് മനസ്സിലാകത്തില്ല. പക്ഷേ നമ്മുടെ ആഴത്തിനാണ് ദൈവം ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതനുസരിച്ചാണ് ദൈവം നമുക്ക് സൗഖ്യം തരുന്നത് എന്നുള്ള സത്യമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ കൈ നീട്ടി അയാളെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു. കൈ നീട്ടി സ്പർശിച്ചു. കൈ നീട്ടി സ്പർശം എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ കൈ നീട്ടി അല്ലേ, പിന്നെ ഈ രോഗനെ എനിക്ക് തുറന്നെങ്കിൽ അവന് തൊട്ടടുത്താണെങ്കിൽ അവനെ ചുമ്മാ കെട്ടി പിടിച്ചാൽ മതി. പക്ഷെ അവനിത്ര ദൂരമാണെങ്കിൽ എന്തായിരുന്നു, കൈ നീട്ടിയാലേ പറ്റുള്ളൂ. കാരണം അവൻ അത്രയും ദൂരം നിൽക്കുന്നു. അപ്പം ഈ കുഷ്ഠരോഗിയെ കൈ നീട്ടി സ്പർശം എന്ന് പറയുമ്പോൾ അവൻ കുറെ ദൂരമാണ്. കാരണം അവനെ തൊടത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ ലേഖകളുടെ പുസ്തകത്തിൽ കൃത്യമായി വായിക്കുന്നുണ്ട്, അവന് തൊടാനുള്ള അവകാശമില്ല. മനുഷ്യൻ തൊടാനുള്ള അവകാശമില്ല. അവനെ ആരും തൊടാൻ പാടില്ല, അവനും ആരെയും തൊടാൻ പാടില്ല. അവൻ ഇങ്ങനെ മാറി നിൽക്കുക. പക്ഷെ ഇവൻ കൈ തൊടണമെന്ന് ഈശോയോട് പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ. നമ്മൾ വായിച്ചു നോക്കിയാൽ ഈശോയെ തൊടണമെന്ന് ഇയാൾ ഡിമാൻഡ് ചെയ്തു. ഇയാൾ ആരുടെ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, എനിക്ക് സൗഖ്യം കിട്ടണമെന്ന് മാത്രമേ. പക്ഷെ നമ്മൾ ഈ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഈ മനുഷ്യന് എന്തുമാത്രം ആഗ്രഹം ഉണ്ടാകും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ ഒരാളെങ്കിലും ഒന്ന് തൊടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഇയാൾ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുള്ളതാണ്. കുഷ്ഠരോഗം വന്ന പിന്നെ സ്വന്തം അമ്മ പോലെ ഈ മനുഷ്യൻ തൊട്ടിട്ടുണ്ടാകുന്നത്. അമ്മയോ അല്ലെ ഭാര്യയോ മക്കളോ കൊച്ചുമക്കളോ ഒരു പരിപാടിയില്ല, ആരും തൊടത്തില്ല. അപ്പൊ ഈ മനുഷ്യന്റെ യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ വേദനയെക്കാളും കൂടുതൽ ഈ മനുഷ്യൻ മനസ്സിനാണ് വേദന അനുഭവിച്ചത്. മനസ്സിന് ആരെങ്കിലുമൊക്കെ എന്നെ തൊടണം, ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കണം. അപ്പൊ തമ്പലാൻ നൽകാണ്. വേറെ ആരും കണ്ടില്ലെങ്കിലും ഈശോ അതിലാണ്. അതുകൊണ്ടാണ് ഈശോ അവനെ കൈ നീട്ടി അവനെ തൊട്ടത്. തൊട്ട് അവന്റെ ആത്മാവിന് സൗഖ്യം കൊടുത്തു ആദ്യം, പിന്നെയാണ് ശരീരത്തിന് സൗഖ്യം കൊടുത്തത്.
അത് കഴിഞ്ഞ് ഈശോ അവനോട് പറയുന്നുണ്ട്, പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുക. സഭാപിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ കുമ്പസാരം ബന്ധപ്പെടുന്നുണ്ട്. കുമ്പസാരം ഇതിനാണ് ഈ പുരോഹിതനെ കാണിച്ചു കൊടുക്കുന്നത്. അല്ല, പുരോഹിതന് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. ജനക്കൂടുതൽ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയാൽ, അല്ലെ ഭാര്യ സാക്ഷ്യപ്പെടുത്തിയാൽ മതി, അല്ലെ മക്കള് സാക്ഷ്യപ്പെടുത്തിയാൽ മതി, ഇയാൾ ഓക്കെയാണ്. പക്ഷെ അത് പോരാ. ഇത് ദൈവം തീരുമാനിച്ചൊരു വ്യവസ്ഥയാണ് കുമ്പസാരം. അതായത് ഒരു പുരോഹിതന്റെ അടുത്ത് പോയിട്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ മാത്രമാണ് സൗഖ്യം നമുക്ക് കിട്ടുക, ആത്മാവിന്റെ സൗഖ്യം കിട്ടുക. അതാണല്ലോ ഒന്നാമത്തെ കാര്യം. ആത്മാവിന്റെ സൗഖ്യത്തിലൂടെയാണ് ശരീരത്തിന്റെ സൗഖ്യത്തിലേക്ക് കിട്ടുക. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ ഒരു പക്ഷെ തമ്പരാനുണ്ടല്ലോ, ഈ നമ്മൾ ചോദിക്കുന്ന ഒന്നും കിട്ടണമെന്നില്ല. ചിലപ്പോൾ ആ നേരത്ത് നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ ചിലപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കിട്ടും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയി തോന്നുന്നു. ആവശ്യപ്പെടുന്നതെല്ലാം ദൈവം തരണമെന്നില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ദൈവത്തിനറിയാം. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഈശോ ഇങ്ങനെ കണ്ണും പൂട്ടി സഹിച്ചാലുള്ള ഗുണം അതാണ്. നമുക്ക് എന്താണോ ആവശ്യം അത് ദൈവം തരും. അത് ഉറപ്പാണ്. ഈശോയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരല്പം കൂടി കൂടുതൽ സ്നേഹിക്കും. ഓരോ ഞായറാഴ്ചയും അല്ല ഓരോ ദിവസം വഴി വന്നാൽ തിരിച്ചു പോകുമ്പോൾ നമ്മൾ അങ്ങനെ തീരുമാനിക്കണ്ടേ, അല്പം കൂടി ഇന്നലത്തെക്കാൾ കുറച്ചുകൂടെ എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കണം. അപ്പം നമ്മൾ ഈശോയിലേക്ക് ഒരു പടി വെച്ചാൽ സത്യമായും 7 പടി നമ്മളിലേക്ക് വെക്കുന്നു. അപ്പം അങ്ങനെ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമുക്കെല്ലാവർക്കും സന്തോഷത്തിലും ഉത്സാഹത്തോടെ കൊണ്ടിന് കർത്താവേ നിങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാന വഴി ഭക്തത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോട് കൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗകാലം വഴിയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെയും മഹത്വപൂർണ്ണമായ ഉദ്ധാനത്തെയും അവർണ്ണീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമോദരത്തെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. മരണത്തിലും നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആശയില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിൽ സകല വിശുദ്ധരുടെ മനുഷ്യ സ്തുതിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. സകലത്തിന്റെ നാഥായിരിക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. വലിയവരൊപ്പം കാത്തു വസിക്കുന്നു. ശരണം തേടുന്നു. തിരുസന്നിധിയിൽ ഹൃദയരഥങ്ങൾ ഒരുങ്ങിപ്പിരിനെന്നേക്കും. ദൈവം സാത്താവുമായി ത്രിത്വത്തെ മോദാം നിത്യം സർവശക്തനായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ധർമ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും വിശാല കൃപയാൽ നിയമിക്കുന്ന സഹോദരേശിക്കും സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരാനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങളിലൂടെ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ദൈവമേ, ഞങ്ങളുടെ വിശുദ്ധ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധമേ ശരീരത്തിലുള്ളാവുന്ന ശുശ്രൂഷകരാകുവാൻ എല്ലാവരും പാപികളുമാരും ഞങ്ങളെ താലൂരാക്കി അങ്ങ് നൽകിയ ആനന്ദ സ്നേഹത്തോടും വിശ്വാസത്തോടുകൂടി പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സഹോദരൻ
എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടുകൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യപൂർവ്വമെന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുപേക്ഷിക്കുകയും ഭയഭക്തി ചിലകുമാര രഹസ്യങ്ങൾ ഭൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാനസിക വഴി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കണ്ണുകൾ താഴ്ത്തി വിശാലമായ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി ഏകാഗ്രതയുടെ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് ശ്രദ്ധയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും ഞങ്ങളുടെ സ്വന്തത്തെയും കരുണയോടെ സൃഷ്ടിക്കുകയും മനുഷ്യവൃക്ഷത്തോട് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ബാലാക്കന്മാരുടെ ആയിരങ്ങളും മഹാനായി കുമ്പിട്ട് ആരാധിക്കുന്നു. മന്മാരും അനുകൂലമായ സ്വർഗീയ സേനകൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധനും അനുകൂലമായ കൃപന്മാരുടെ ശ്രാപ്പന്മാരുടെ ചേർന്ന് നാമം അംഗീകരിക്കുന്നു. പരിശുദ്ധൻ 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 നിന്നും നിറയുന്നു മന്നവരവരുടെ മഹിമകളാൽ ഉന്നത വീണ്ടും വരുവോനും ധന്യം ഉന്നത വീതിയിലോ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ അവസരം അവിടുത്തെ നാമത്തിലും ചൂടെ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ തിരുസന്നിധിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർഗങ്ങളെ ചെയ്തു. ഇത് പാപമോചന നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അവർക്ക് ചെയ്തു. അനേകർക്ക് വേണ്ടി ചെന്നപ്പെടുന്ന ഉടമ്പടിയുടെ നിൽക്കുന്നതാകുന്നു. നിങ്ങളെല്ലാവരും
സമൃദ്ധമാനുഗ്രഹത്താൽ മാത്രമണിയുകയും ചെയ്തു. നീ ഞങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളുടെ സ്തുതി ബഹുമാനം കൃപയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായവേ, സർവ്വലോകങ്ങളുടെ പിതാവായ ഭാഗ്യം ഞങ്ങളുടെ സഭയുടെ പിതാവും കലവരമായ മെത്രാപൊലീത്തായും ഞങ്ങളുടെ അതിർവ്രതമാർ ജോസഫ് മെത്രാപൊലീത്തായും വിശുദ്ധ കത്തോലിക്ക സഭകളുടെ വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനതരങ്ങളുടെ ശ്രദ്ധയിൽ പ്രീതമായ നീതിമാന്മാർ വിശുദ്ധമാരെല്ലാം പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ.
യോജിപ്പും ഐക്യത്തോടും കൂടെ ദിവ്യത്തിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞാൻ ശരീരത്തിനും ആത്മാവിനും കാരണമാകട്ടെ. മുൻകുറപ്പിക്കാൻ സമാധാനം നമ്മോടുകൂടെ. പ്രസന്ന ഭരണം നിഷ്ഠുലമായി നാണിക്കുമെങ്കിലും ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയുടെ കാരണങ്ങൾക്ക് അപേക്ഷിക്കുന്നു. നിങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ യാത്ര ചെയ്യും. പ്രാബല്യം മറ്റു കാലങ്ങളാകുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധനാകുന്നു, എന്നേക്കും സ്തുതി. ആമേൻ. കർത്താവേ, നിന്റെ തിരുശരീരത്താൽ നിങ്ങൾ പരിപോഷിപ്പിച്ചു. നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാമങ്ങൾ എത്രയോ അപര്യാപ്തങ്ങളാണ്. വിശുദ്ധർക്ക് വിസ്മരണീയമായ ശക്തിയും ധൈര്യവും നൽകിയ വിശുദ്ധ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ സാക്ഷികളെ, ആത്മീയ നന്മകളുടെ മധ്യസ്ഥരെ, വിശുദ്ധ ഞങ്ങളോട് കാരുണ്യം കാണിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്നേഹമേ, എൻ ദൈവമേ,
അങ്ങയുടെ കാരണവരതിനാ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്വീകരിച്ച ദിവസങ്ങൾ സ്വർഗത്തിൽ വിശുദ്ധരുടെ ഗണത്തിൽ സ്വഭാവിക ഞങ്ങളെ വരാകട്ടെ പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രേക്ഷിയായ മിശിഹായുടെ ഉദ്ധാരണത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരുടെ കൂടെ സഭയിൽ അങ്ങേ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിലെ അനന്തമായ സ്നേഹത്തിന് അങ്ങേ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലമായി നാഥായ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹവിധാവാൻ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗകര്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എന്നെ പാനം ചെയ്യും മാനവനിൽ നിവസിക്കും. അവനിൽ ജ്ഞാനം നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകം ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. പങ്കാളികളാമതിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമായ ഗാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ.
പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ലോകവും അതിയുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനേ, വിനയത്തിൻ തിരുമാതിരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹന ദൈവം നീ, ധരയുടെ ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദൈവവുമായി താനുമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സുഖതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ, ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേവാകാം, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേവാകാം, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേവാകാം, ഞങ്ങളിൽ കഴിയേണമേ. വിശിഖാകർത്താവേ നരകുലപാലകനേ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ. ആത്മീയശരീരമായുള്ള വരങ്ങളാലും വിശുദ്ധ കന്യകാമത്തെ അനുകരിച്ച ദൈവമേ, ആ കന്യകയുടെ പ്രാർത്ഥനകളും സ്വീകരിച്ച് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ദൈവമാനായ ശരീരങ്ങളുടെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും നിങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. തിരിച്ചവരുടെ മനുഷ്യന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കുന്നവരെ വിശ്വാസോത്സവങ്ങളും സുഖമുള്ള ദേശങ്ങളിലും തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായ തിരുസഭനായ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സകലപിതാവ് നിർമ്മലമായ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലാണ് കാരണബോധനായ വിശുദ്ധ യൂറോസിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയ ശരീരമായ എല്ലാ സഹായങ്ങളും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഇടവാസമൊക്കെ ആശ്രയിക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കും. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമളപൂവനിൽ പരിമളരായി വന്നൊരു പുണ്യാത്മാ, മാമലമേലുയരും നഗരം നീ, മോഹനമാകും മലദീപം നീ. മാമലമേലുയരും നഗരം നീ, മോഹനമാകും മലദീപം നീ. ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമോടെ വന്ദനമരുളും. വിശുദ്ധ ഗീവർഗീസിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിഷയകാര്യം സാധിച്ചതുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വിശ്വാസമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ സ്നേഹവും പരിശുദ്ധ സഹവാസവും വിശുദ്ധ ഗീവർഗീസിന്റെ പ്രത്യേക സഹായവും നാം എല്ലാവരും